ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് വരെയാണോ അല്ലേ ഇന്നലെ നമ്മൾ നിർത്തിയത്. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി നമ്മൾ റൂം എടുക്കാനായിട്ട് പോവുക കേട്ടോ. നമുക്ക് റൂം നമ്മൾ നേരത്തെ പറഞ്ഞത് നളന്ദ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലായിരുന്നു. പക്ഷേ അവിടെയാണെങ്കിൽ ഒരു റൂമേ ഉള്ളൂ. ഒരു റൂമിൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നവർ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTC ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ടത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത് ട്രെയിനിൻ്റെ ഒരു അത് വെച്ച് പണിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ കണ്ടത്. കാരണം നമ്മൾ ബസ്സിലാണ് കേട്ടോ, എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ ബസ്സിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ബസ്സിൽ ടിക്കറ്റ് ഇല്ല കേട്ടോ. നമുക്ക് കൊല്ലംകാർക്കറിയില്ല, അവിടെ ഉള്ളവർക്ക് അറിയാതിരിക്കുന്നതാണ്. നമ്മൾ KSRTC ബസ്സിൻ്റെ അവിടെ ഇറങ്ങി. KSRTC ബസ് സ്റ്റാൻഡ് അവിടെ അല്ല കേട്ടോ, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ വിശേഷം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇറങ്ങി, നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മൾ റൂം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഒന്ന് നടന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ റൂമില്ലായിരുന്നു. പിന്നെ സെയിം ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജിൽ വന്ന് നമ്മൾ റൂം എടുത്തു കേട്ടോ. അവിടെ വന്നപ്പോൾ നമുക്ക് ഭേദപ്പെട്ട നല്ല 2 റൂമുകൾ കിട്ടി. ഇതിപ്പോൾ രാവിലെ കേട്ടോ, നമ്മൾ രാത്രി വന്നപ്പം എല്ലാവരും ആകെ ടയർഡായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മൾ രാവിലെ പോകാനായിട്ട് റെഡിയാവുകയാണ്. എല്ലാവരും റെഡിയായി. എന്നാണ്ട് ആച്ചു റെഡിയായി. രാവിലെ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവൾ രാവിലെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞു ഇറങ്ങി. പക്ഷേ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ സമയത്ത് ഇറങ്ങിയില്ല കേട്ടോ. കുറച്ച് താമസിച്ചു. അവിടെ നിന്ന് വിളിച്ചപ്പം 7:30 ആകുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ 4:30 മണിക്ക് ഇറങ്ങണം എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് ഒരു 5:30 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ദീക്ഷിതും മാമിയും ആച്ചുവും ഞാനും മാഷയും നിശാന്തും പ്രശാന്തും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ആച്ചുവൊക്കെ ചന്ദനമൊക്കെ മായ്ച്ച് കൊടുക്കുന്നതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. കുറച്ച് ഇരുട്ടായിരുന്നു ആദ്യമേ, പക്ഷെ പിന്നെ നല്ല ഇതായി കണ്ടു. ഇതാണ് ലോഡ്ജിന് നമ്പറൊക്കെ ഉണ്ട്. ആവശ്യമുള്ളൊരു സമീപിക്കാം കേട്ടോ. നല്ല റേറ്റൊക്കെ കുറവാണ്. എന്തായാലും KSRTC ബസ് സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട് തന്നെ വണ്ടിക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും ഈ ഒരു നമ്പർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നല്ലതാണ്, നല്ല സഹകരണമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി. നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ലോഡ്ജിൻ്റെ ഉണ്ടോ, ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഇത്ര വ്യത്യാസമേ ഉള്ളൂ നമുക്ക്. പക്ഷേ ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റില്ല, അതിൻ്റെ വാതിൽ അപ്പുറത്താണ്. അതുകൊണ്ട് എല്ലാവരും റെഡിയായി. പ്രോപ്പർട്ടിയാണ് അമ്മയുടെ ഇരിക്കുന്നത്. അല്ല, നമ്മൾ അവിടെ നിന്ന് പൊന്നു പോലെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ആകാശത്ത് കണ്ടൊരു പറവകൾ പറക്കുന്നൊരു വീഡിയോസ് എടുത്തിയാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. നല്ല തലവേദന ഉണ്ടായിരുന്നു. ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് വണ്ടി കയറി പോകാനായിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങിയായിരുന്നു കേട്ടോ. ലോഡ്ജ് അതിൻ്റെ പേരാണ്. നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന വഴിയാണിത്. ആ ലോഡ്ജ് അവിടെയാണ് കേട്ടോ. എല്ലാവരും റോഡിലിറങ്ങി. അവിടെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്, ക്രോസ് ചെയ്ത് നിൽക്കുക കേട്ടോ. എല്ലാവരും എല്ലാം മാച്ചിങ് ഡ്രസ്സൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡാൻസിൻ്റെ ബാഗുമായിട്ട് പോവുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതുവഴി അങ്ങോട്ടും പോകാൻ പറ്റും. ആ വണ്ടിക്കാരോട് ചോദിക്കുകയാണ്, അതുവഴി അങ്ങോട്ടും പോകാൻ പറ്റും. തിരിച്ച് ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും വേണമെങ്കിൽ നമുക്ക് പോകാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് സ്ഥലത്തോട്ട് എത്തുമ്പോൾ ഇത് ബാക്കിലൂടെയാണ് കേട്ടോ. KSRTC ബസ് സ്റ്റാൻഡ് ബാക്കിലൂടെയാണ് ചെന്ന് കയറുന്നത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ബസ്സിൽ കയറി ആണ് എത്തിയത് കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊരു 3-4 പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഈ പാലക്കാട് യാത്ര വരുന്നത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് കാണാനായിട്ട് ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അതുപോലെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വാച്ച് അവറൊക്കെ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ടാണ് കേട്ടോ. നമ്മൾ കണ്ട ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമുണ്ട്. പക്ഷേ ക്ഷേത്രം തുറന്നില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. മക്കൾസൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് പോകണം. എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. എല്ലാവരുമായിട്ട് നാളെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ബസ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ വളഞ്ഞങ്ങോട്ട് കയറുന്ന ഫുള്ള് ഞാൻ നടന്നു പോകുന്ന ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രമാണത്. അതുകൊണ്ട് ഈ വളഞ്ഞങ്ങോട്ട് കയറുന്നത് ആ KSRTC സ്റ്റാൻഡാണ്. ഒരു ഷേപ്പിൽ നമ്മൾ നിന്നിടത്തുനിന്നൊരു ഷേപ്പിൽ കയറുന്നത് ഒരു വൃത്തത്തിൽ ആ ക്രോസ് എന്താ ഒരു സർക്കിളാണ് സംഭവം. അതുകൊണ്ടേ നമുക്ക് ചെന്ന് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കോയമ്പത്തൂർ ബസ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവിടെ അഹല്യയുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരക്കി നമ്മൾ തന്നെ ബസ് കിട്ടി. നമ്മൾ YMCയുടെ അടുത്താണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ സ്കൂളിലേക്ക് എത്തിയ ഫോട്ടോയും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആച്ചിത ഒരുങ്ങാനൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുങ്ങുന്നതിന് ശേഷമുള്ള വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവൾ മേക്കപ്പിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ചാനൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു. ആച്ചുവിൻ്റെ ഒരുങ്ങിയ ഫോട്ടോസും പിക്കും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.